നിശബ്ദമായ മണൽക്കാറ്റുകൾക്കിടയിൽ മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു വലിയ നയതന്ത്ര പോരാട്ടത്തിന് വേദിയാവുകയാണ്. നേരിട്ട യുദ്ധത്തിൽ പങ്കാളിയാകാതെ തന്നെ ഇറാൻ അമേരിക്കൻ സംഘർഷത്തിന്റെ ഏറ്റവും വലിയ ഇരയായി മാറിയ GCC രാജ്യങ്ങൾ ഇപ്പോൾ തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പുതിയൊരു വഴിത്തിരിവിലാണ്. UAE നഗരങ്ങളിലേക്ക് 2000-ലധികം മിസൈലുകളും ഡ്രോണുകളും പതിച്ചപ്പോൾ തകർന്നു വീണത് വെറും കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാത്രമല്ല, മറിച്ച് വർഷങ്ങളായി കാത്തുസൂക്ഷിച്ച മേഖലയിലെ സമാധാനം കൂടിയാണ്. ഈ ആക്രമണങ്ങൾക്ക് ഇറാനിൽ നിന്ന് അർഹമായ നഷ്ടപരിഹാരം വാങ്ങിയെടുക്കാൻ UAE മുന്നിട്ടിറങ്ങുകയാണ്. അത് ഗൾഫ് മേഖലയുടെ സുരക്ഷാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമായി മാറും. എന്താണ് UAE ലക്ഷ്യമിടുന്ന ഈ സുരക്ഷാ കവചം? പ്രവാസികളുടെ ഭാവി ഇതിൽ എത്രത്തോളം സുരക്ഷിതമാണ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത് GCC രാജ്യങ്ങളാണെന്ന് എടുത്തു പറയേണ്ട ഒന്നാണ്. GCC രാജ്യങ്ങൾ ആരും ഈ യുദ്ധത്തിൽ ഒരു കാരണവശാലും പങ്കാളികളായിരുന്നില്ല. എന്നിട്ടും UAE, ഖത്തർ, സൗദി അറേബ്യ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ആക്രമിക്കപ്പെട്ടു. UAEയിലെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെയും സുരക്ഷയ്ക്കായി ശക്തമായ നീക്കങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. UAEയുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും സാധാരണക്കാർക്കും നേരെ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം തേടാനാണ് നിലവിൽ ഗൾഫ് രാജ്യങ്ങളുടെ തീരുമാനം. ഫെബ്രുവരിയിൽ മിഡിൽ ഈസ്റ്റ് സംഘർഷം ആരംഭിച്ചതു മുതൽ UAEക്ക് നേരെ 2000-ലധികം മിസൈലുകളും ഡ്രോണുകളുമാണ് ഇറാൻ തൊടുത്തുവിട്ടത്. എന്നാൽ UAEയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഇവയെല്ലാം ആകാശത്ത് വെച്ച് തന്നെ തകർത്തു. എന്നാൽ തകർത്ത അവശിഷ്ടങ്ങൾ വീണ് സിവിലിയൻ മേഖലകളിൽ ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് അന്താരാഷ്ട്ര നിയമപ്രകാരം ഇറാനെ ഇതിന് ഉത്തരവാദിയാക്കണമെന്ന് ഗൾഫ് രാജ്യങ്ങൾ ആവശ്യമുന്നയിച്ച് രംഗത്തെത്തിയത്. അതിനാൽ വരും കാലങ്ങളിൽ ഇത്തരം ആക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സാമ്പത്തിക നഷ്ടപരിഹാരവും രാഷ്ട്രീയ ഗ്യാരണ്ടിയും വേണമെന്നാണ് UAEയുടെ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് വ്യക്തമാക്കിയത്. ആക്രമണങ്ങൾ കാരണമുണ്ടായ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് ഇറാൻ നഷ്ടപരിഹാരം നൽകണമെന്നും അയൽ രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്ന ഉറപ്പും സുരക്ഷാ കരാറുകളും ഇറാൻ പാലിക്കണമെന്നുമാണ് പ്രധാനമായും പറയുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഇറാനെ ഉത്തരവാദിയാക്കുന്നതിലൂടെ മേഖലയിൽ ഒരു സുരക്ഷാ കവചം ഒരുക്കാനാണ് UAEയുടെ ശ്രമം. ഇത് പ്രവാസികൾക്ക് കൂടുതൽ സുരക്ഷിതവും UAEയിൽ ജീവിക്കാനുള്ള ആത്മവിശ്വാസവും നൽകും. അതേസമയം ഹോർമൂസ് കടലിടുക്ക് പാതകളിലെ തടസ്സങ്ങൾ നീങ്ങുന്നതോടെ സാധനങ്ങളുടെ വിലക്കയറ്റം കുറയാനും സാമ്പത്തിക രംഗം മെച്ചപ്പെടാനും കൂടുതൽ സഹായിക്കും. UAEയുടെ 1 ഇഞ്ച് മണ്ണ് പോലും ഇറാനെതിരെ ആക്രമണം നടത്താൻ ഉപയോഗിക്കില്ലെന്ന് UAE തുടക്കത്തിലെ എടുത്ത നിലപാടാണ്. അതിനാൽ സമാധാനപരമായ ഈ നീക്കത്തെ ഇറാൻ മാനിക്കണമെന്നാണ് ഗൾഫ് ജനതയും പ്രധാനമായി ആവശ്യപ്പെടുന്നത്. വഞ്ചനാപരമായ രീതിയിൽ മിസൈലുകൾ അയക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് നേരത്തെ തന്നെ മേഖലയിലെ വിദഗ്ധർ വ്യക്തമാക്കിയിരുന്നു. സംഘർഷത്തിന് ശേഷമുള്ള സമയങ്ങളിൽ ഗൾഫ് മേഖലയിൽ പൂർണ്ണ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാൻ ഇത്തരം നിയമപരമായ നീക്കങ്ങൾ ആവശ്യമാണെന്ന് UAE വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ താൽക്കാലികമായാണ് 2 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. UAEയുടെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കം വെറുമൊരു സാമ്പത്തിക നഷ്ടപരിഹാരത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അന്താരാഷ്ട്ര നിയമങ്ങളെ മുൻനിർത്തി ഇറാനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിലൂടെ ഭാവിയിൽ ഇത്തരം ആക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ രാഷ്ട്രീയ ഗ്യാരണ്ടി കൂടിയാണ് UAEയുടെ അധികാരികൾ ലക്ഷ്യമിടുന്നത്. ഒരു രാജ്യം അതിന്റെ അയൽ രാജ്യങ്ങളുടെ പരമാധികാരത്തെ മാനിക്കണമെന്ന ആഗോള തത്വം ഇവിടെ കർശനമായി നടപ്പിലാക്കാൻ UAE ആഗ്രഹിക്കുന്നു. ഇത് മിഡിൽ ഈസ്റ്റിൽ പുതിയ സുരക്ഷാ മാതൃകയ്ക്ക് തുടക്കമിടും. ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങൾ മാറുന്നതോടുകൂടി ആഗോള വിപണിയിൽ സാധനങ്ങളുടെ വില കുറയുമെന്നത് സാധാരണക്കാർക്കും പ്രവാസികൾക്കും വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഇത്രയും വലിയ മിസൈൽ ആക്രമണങ്ങളെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ UAEയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞുവെന്നത് മേഖലയിലെ ജനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. ഇത് ബിസിനസ് രംഗത്തും വലിയ ഉണർവ് നൽകും. യുദ്ധം തകർക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയും ജനജീവിതത്തെയും തിരിച്ചുപിടിക്കാനുള്ള UAEയുടെ ഈ പോരാട്ടം സമാധാനപ്രേമികളായ എല്ലാവർക്കും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. സമാധാനത്തിന്റെ പക്ഷത്ത് ഉറച്ചു നിന്നിട്ടും നേരിടേണ്ടി വന്ന വഞ്ചനാപരമായ ആക്രമണങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ നീതി തേടുന്നത് വഴി മേഖലയിൽ സുസ്ഥിരമായ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് സാധിക്കും. 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ ഒരു സ്ഥിര സമാധാന കരാറിലേക്ക് വഴിമാറണമെന്നാണ് ലോകവും ആഗ്രഹിക്കുന്നത്. നിയമപരമായ ഈ പോരാട്ടം വിജയിക്കുന്നതോടെ പ്രവാസികൾക്ക് കൂടുതൽ സുരക്ഷിതമായി ഗൾഫ് രാജ്യങ്ങളിൽ തുടരാനും മേഖലയിലെ സാമ്പത്തിക അഭിവൃദ്ധികളിൽ പങ്കാളികളാവാനും സാധിക്കും. നയതന്ത്രത്തിലൂടെ യുദ്ധത്തെ ജയിക്കുക എന്ന വലിയ ദൗത്യമാണ് ഇപ്പോൾ UAE നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്.